നിന്ന് അതല്ലെങ്കിൽ ഒരു ഭാര്യ അവളുടെ സ്വത്തിൽ നിന്ന് ഭർത്താവിന് വല്ലതും പൊരുത്തപ്പെട്ട് തന്നാൽ വാങ്ങുന്നതിന് വിരോധമില്ല. നിങ്ങൾ തിന്നോളൂ കഴിച്ചോളൂ എന്നാണ് അവിടെ പറഞ്ഞത്, സ്ത്രീധനമല്ല. മഹറിൽ നിന്ന് അതല്ലെങ്കിൽ ഒരു ഭാര്യ അവളുടെ സ്വത്തിൽ നിന്ന് ഭർത്താവിന് വല്ലതും പൊരുത്തപ്പെട്ട് തന്നാൽ വാങ്ങുന്നതിന് വിരോധമില്ല. നിങ്ങൾ തിന്നോളൂ കഴിച്ചോളൂ എന്നാണ് അവിടെ പറഞ്ഞത്, സ്ത്രീധനമല്ല. ഭാര്യ കൊടുക്കുന്നത് പുരുഷധന, ഭാര്യ കൊടുക്കുന്നവന് സ്ത്രീധനല്ലാതെ പുരുഷധന. അത് കണ്ടുകൾ ആദ്യം പറഞ്ഞു മഹറിന്റെ വിഷയമല്ലാതെ പറയുന്നില്ല. രണ്ടാമത്തേൽ പറഞ്ഞു അല്ലെങ്കിൽ വേറെ സ്വത്തിൽ നിന്ന് തന്നാൽ വാങ്ങുന്നതിന് വിരോധമില്ല എന്നാ തഫ്സീറിൽ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ചോ. ഇയാൾ പറയുന്നത് മഹറിനെ കുറിച്ച് മാത്രമാണ് അവിടെ പറയുന്നത്, മഹറിനെ കുറിച്ചല്ലാതെ പറയുന്നില്ല. ഉടനെ അയാൾ പറയുന്നത് ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന സംഖ്യയെ പറ്റിയാ പറയുന്നത്. അതിനാ മഹർ എന്ന് പറയാ. ഭാര്യ ഭർത്താവിന് കൊടുക്കുന്നതിനെ പറ്റിയാ പറയുന്നത്. ആദ്യം പറയുന്നത് മഹറിനെ പറ്റിയാണിത്, പിന്നെ പറയുന്നത് ഭാര്യ ഭർത്താവിന് കൊടുക്കുന്നതിനെ പറ്റിയാ പറയുന്നത്. കേട്ടോളി. മഹറിന്റെ വിഷയമില്ലാത്തൊരു വിഷയം അവിടെ പറയുന്നില്ല. ഒരു പെണ്ണ് തന്റെ ഭർത്താവിന് കൊടുക്കുന്ന പണത്തെ കുറിച്ചാണ് പറയുന്നത്. മഹറിന്റെ വിഷയമില്ലാത്തൊരു വിഷയം അവിടെ പറയുന്നില്ല. ഒരു പെണ്ണ് തന്റെ ഭർത്താവിന് കൊടുക്കുന്ന പണത്തെ കുറിച്ചാ പറയുന്നത്. അതാണോ മഹർ? നിങ്ങളായിട്ടുള്ള മഹർ എന്തിനാ? ഭാര്യ ഭർത്താവിന് കൊടുക്കുന്നതിനാ മഹർ എന്ന് പറയാ.